മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി പരിശുദ്ധമായ ഖുർആനിൽ കാണാം, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആ കാണാം. എന്താണ് പടച്ചവനെ ഇബ്രാഹിം നബി ദുആ ചെയ്തതെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും അങ്ങനെ ഒരു ദുആ ചെയ്യണമെന്നില്ല. നമ്മളിൽ പലരും അങ്ങനെ ഒരു ദുആ ചെയ്യാറില്ല. പക്ഷേ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? വലാ തുഹ്സിനി യൗമ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലായ ലോകത്ത് ആദ്യമായിട്ട് പടച്ചറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ കഅബാലയം പണിതാ. പടച്ചവനെ തന്റെ ചോരക്കുഞ്ഞിനെയും തന്റെ പ്രിയപ്പെട്ട പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും മരുഭൂമിയുടെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കൊണ്ട് കളന്നിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറായി ഇബ്രാഹിം നബി ഉണ്ടല്ലോ. വർഷങ്ങൾക്ക് ശേഷം ഇസ്മായിൽ എന്ന് പറയുന്ന കളിച്ചുകൊണ്ട് നടക്കുന്ന പൊന്നാര മകന്റെ ചാരത്തേക്ക് കടന്നു വന്ന് തന്റെ പൊന്നാര മകനെ ചെറുപ്പത്തിൽ കൊണ്ട് കളന്നിട്ട് പോയതാണ്. പടച്ചവനെ തന്റെ പൊന്നാര മകനോട് സ്നേഹം കൂടിയപ്പോ അല്ലാഹു പറയുന്നു, ഇബ്രാഹിമേ എനിക്ക് വേണ്ടി നിന്റെ പൊന്നാര മകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു അവിടെ നിന്ന് കൽപ്പിക്കുമ്പോ ഒരു മടിയുമില്ലാതെ 11 വയസ്സുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നാര മകന്റെ കഴുത്തിലേക്ക് കത്തിയെടുത്ത് വെച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖലീലല്ലേ. ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? എന്താണ് പടച്ചവനോട് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ നാളെ നിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ നീ നാണം കെടുത്തല്ലേ അല്ലാഹ്, നീ എന്നെ നിന്ദനാക്കല്ലേ അല്ലാഹ്. ഇബ്രാഹിം നബി പോലും പടച്ചറപ്പിനോട് ദുആ ചെയ്തെന്ന പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ഉണ്ടല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യും. പടച്ചവനെ ഈ ദുനിയാവിൽ എന്നെ നീ നാണം കെടുത്തല്ലേ പടച്ചവനെ, ഒരുത്തന്റെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവന്. എല്ലാവരും ദുആ ചെയ്യുന്നത് ദുനിയാവിന്റെ കാര്യമാണ്. ഇവിടെ നാണം കെടുത്തരുതെന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നവര് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളുകുടിയനാകട്ടെ, വിചാരിയാകട്ടെ, പലിശ തിന്നുന്നവനാകട്ടെ, ഏത് വലിയ വൃത്തികെട്ടവനാകട്ടെ, തന്റെ ഭാര്യയുടെയും തന്റെ മക്കളുടെയും തന്റെ മാതാപിതാക്കളുടെയും കൂടപ്പറപ്പുകളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാൻ ആഗ്രഹിക്കുന്നില്ലോ. അതുകൊണ്ടാണല്ലോ പടച്ചവന് രഹസ്യമായി ഞാനും നിങ്ങളും പല കാര്യങ്ങൾ ചെയ്യുന്നത്. നാട്ടുകാരുടെ മുന്നില്, കുടുംബക്കാരുടെ മുന്നില്, ഭാര്യ സന്താനങ്ങളുടെ മുന്നില് നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്നു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാര് പറഞ്ഞാൽ എത്ര ദിവസം പറയും? നാട്ടുകാരുടെ മുന്നിൽ ഞാനും നിങ്ങളും നാണം കെട്ടുപോകുന്നതിന് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും നാട്ടുകാര് നിന്നെ കുറിച്ച് പറഞ്ഞാൽ എത്ര ദിവസം പറയും? 4 ദിവസം 5ന്റെ അടുത്തവന്റെ കാര്യം പറയും. അവന് വേറെ ഒരു ദിവസം കഴിയുമ്പോഴും പത്രത്തിന്റെ ഫ്രണ്ട് വാർത്തകൾ പോലെ ഒന്ന് വരുമ്പോ ഒന്ന് പോയി 4 ദിവസം പറയും, കഴിഞ്ഞു. എല്ലാവരും നമ്മളെ മറന്നു കളയുന്നു. പക്ഷെ എന്നാലും നമുക്ക് വല്ലാത്ത ഭയം. നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, കൂട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയെ ഞാനും നിങ്ങളും ഭയപ്പെടുന്നു. അതുകൊണ്ട് എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവോട് പറയും, പടച്ചവനെ നീ ദുനിയാവിൽ നാണം കെടുത്തല്ലേ അല്ലാ, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ, നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എങ്കിൽ ഖുർആൻ എടുത്ത് നോക്ക്, ഇബ്രാഹിം നബി ദുആ ചെയ്തു, പടച്ചവനെ നീ പരലോകത്തെ എന്നെ നീ നിന്ദനാക്കരുത്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ നീ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാഹ്. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ ആദം നബി മുതൽ 1,24,000 പരം വരുന്ന പ്രവാചകനുണ്ടല്ലോ. ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും. പടച്ചവനെ 1,24,000 പരം
അറിയിപ്പണം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികൾ, അല്ലാഹുവേ എല്ലാവരും നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ നിൽക്കുമല്ലോ. മുത്തുനബി ഉണ്ടല്ലോ, പ്രവാചകന്റെ കുടുംബക്കാരുണ്ടല്ലോ, പ്രവാചകന്റെ സ്വഹാബത്തുണ്ടല്ലോ, താബിഈങ്ങളുണ്ട്, തബഉ താബിഈങ്ങളുണ്ട്, ഇമാമുമാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. എല്ലാവരും നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അവിടെ നാണം കെട്ടുപോകുന്നതിന് എന്തേ നിനക്ക് ഭയക്കാൻ കഴിയാത്തത്? അവിടെ നിന്നനായി പോകുന്നതിന്, അവിടെ നാണം കെട്ടുപോകുന്നതിന്, അവിടെ നിസ്സാരനായി പോകുന്നതിന് എന്തേ നിനക്ക് ഭയക്കാൻ കഴിയാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എങ്കിലും ഭയപ്പെടണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖലീല ഇബ്രാഹിം നബി ഭയപ്പെട്ടതുപോലെ ആ ഇബ്രാഹിം നബി പോലും പടച്ചവനെ ദുആ ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അതിൽ ദുആ ചെയ്യുമ്പോ അല്ലാഹുവോട് പറയണം, അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാഹ്, എന്ന് നീ ദുആ ചെയ്യണേ, എന്ന് നീ ദുആ ചെയ്യണേ. അത് വളരെ ഗൗരവത്തോടുകൂടി കാണണേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ, എല്ലാവരും കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, പണമുള്ളവനുണ്ട്, പണമില്ലാത്തവനുണ്ട്, പാവപ്പെട്ടവനുണ്ട്, കൊട്ടാരം പോലെ വീട് പണിതവനുണ്ട്, തൊഴിലകത്ത് കിടക്കുന്നവനുണ്ട്. പക്ഷേ നമ്മളെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. അല്ലാഹുവേ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പഠിച്ചവനെ, നിന്നെയതാ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ആ ചെറിയ ചൂടുള്ള വെള്ളത്തില് മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാ. അതുപോലെ നിന്റെ ഉമ്മ പോലും കുളിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല. അതുപോലെ മനോഹരമായി പഠിച്ചവനെ നഖത്തിന്റെ അടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞോ. മനോഹരമായി പടച്ചവനെ സുഗന്ധമിട്ട വെള്ളം കൊണ്ട് നിന്നെ കുളിപ്പിക്കുകയാ. എന്നിട്ട് പടച്ചവനെ പല്ല് തേച്ച് തരുന്നു, പഠിപ്പിക്കുന്നു, നല്ലതുപോലെ തോർത്തുന്നു. എന്നിട്ട് വെള്ള തുണിയിൽ, അതും പുതിയ തുണിയിലാണ് നിന്നെ പൊതിയുന്നത്. അത് കഴിഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി അതാ 3 കഷ്ടം വെള്ള തുണിയിൽ നിന്ന് നല്ലതുപോലെ പൊതിയുകയാണ്. എന്നിട്ട് ശരീരത്ത് സുഗന്ധം തേക്കുകയാണ്, ശരീരത്ത് സുഗന്ധം ഒഴിക്കുകയാ. എന്നിട്ട് 3 കെട്ടുകൾ കെട്ടി ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ നിന്ന് മലർത്തി കിടത്തി. എന്നിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ചുമക്കുകയാ. പള്ളിക്കകത്തേക്ക് കൊണ്ടുവച്ചു. പള്ളിയിലെ ഖതീബ് കടന്നു വന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചു. എല്ലാവരും ദുആ ചെയ്തു. എന്നിട്ട് പള്ളിപ്പറമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോയിട്ട് ഖബറിന്റെ അകത്തേക്ക് നിന്നെ ഇറക്കി വെക്കുകയാണ്. പള്ളിയുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തുകയാ. 3 കെട്ടുകളും അടിച്ചു മാറ്റി. ഒരു പിടി മണ്ണ് വാരി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി നിന്റെ കബളിന്റെ താഴെ വെച്ചു. പലകയെടുത്ത് നിരത്തി. വന്നവർ മുഴുവനും മണ്ണ് വാരിയിട്ടു. പള്ളിയിലെ ഉസ്താദ് കടന്നു വന്നു. കബറിന്റെ മുകളിൽ മുഅദ്ദിന് വെള്ളമൊഴിച്ചു. ഉസ്താദ് ഫാത്തിഹയിട്ട് യാസീൻ ഓതി അവസാനം അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറഞ്ഞ സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് കൊണ്ടുകിടത്തിയത്? കുളിപ്പിച്ച് സുഗന്ധം തേച്ച് പുതുവസ്ത്രവും ധരിച്ച് പുതിയ പളയെ പള്ളിയിൽ 6 അടി മണ്ണിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കിടത്തിയെങ്കിലോ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് 2ാമത് മസൂർ എന്ന് പറയുന്ന കാകളത്തിലൂടുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സഹാബാ അതാ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഈ നിരന്നിരിക്കുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ.
പറമ്പിൽ നിന്ന് എഴുന്നേക്കുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുകയാ. എങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്? മനുഷ്യകോലത്തിലല്ല, കുളിപ്പിച്ച് കിടത്തിയത് പോലെയല്ല. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിണ്ടാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടന്നു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ പല പല വിഭാഗങ്ങളിലെ ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, നമ്മളൊക്കെ നാളെ പടച്ചറപ്പിന്റെ കോടതിയില് അല്ലാഹുവിന്റെ മഹ്ശറയിലെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരികയാണ്, ഒരു വിഭാഗം ജനങ്ങൾ കടന്നു വരികയാണ്. അവരെ കാണുമ്പോ ജനങ്ങൾ മുക്കുപൊത്തുകയാണ്, ജനങ്ങൾ മുഖം തിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരു വിഭാഗം ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവരെ കാണുമ്പോഴേ ജനങ്ങൾ മുഖം തിരിക്കുകയാ. കാരണം പുഴുത്തു നാറിയ കോലത്തില്, അല്ലാഹുവേ, ദുർഗന്ധമടിക്കുന്ന കോലത്തില്, നാണം കെട്ടവരെ പോലെ, നിന്യന്മാരെ പോലെ, നിസാരന്മാരെ പോലെ, നാളെ വൃത്തികെട്ടവരെ പോലെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവർ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ നിന്യന്മാരാ, നിസാരന്മാരാ, ഏറ്റവും മോശമായവരാ, ഏറ്റവും നശിച്ചവരാ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നീ എന്നെ നിന്യനാക്കല്ലേ അല്ലാ, നിസാരനാക്കല്ലേ അല്ലാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സഹാബാ, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, പരലോകത്തിലെ നശിച്ചവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ ചില ആൾക്കാർ നാളെ പരലോകത്ത് വരുമ്പോ നമ്മളെ കാണുമ്പോ തന്നെ മൂക്ക് പൊത്തിക്കിട്ട് മുഖം തിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ ആമീൻ പറയാൻ ഒരു മടി. നീ വിചാരിച്ചു കള്ളുകുടിയനായിരിക്കും, വ്യഭിചാരിയായിരിക്കും, പള്ളി കയറാത്തവനായിരിക്കും, പലിശ തിന്നുന്നവനായിരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ തെറ്റിപ്പോയി നിനക്ക്. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, വായത് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞത്, ഈ സദസ്സിലിരിക്കുന്ന താടിയും തഴമ്പും 5 നേരം നിസ്കരിക്കുന്ന, സദക്ക കൊടുക്കുന്ന ചില ആൾക്കാർ നാളെ അവര് പരലോകത്ത് വരുമ്പോ അവനെ കാണുമ്പോ മറ്റുള്ളവര് പോലും ആടും, മറ്റുള്ളവര് പോലും മൂടും, മുഖം തിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ വന്നവരെല്ലാവരും ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഇൽമു പഠിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കും ഇത്തിരി ഇൽമു പഠിക്കാം. ഈ നാളെ പരലോകത്ത് നാണം കെട്ടു വരുന്ന കൂട്ടത്തിൽ നിന്റെ പേരുണ്ടോ നോക്കിയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് നോക്കിക്കൂടെ, ഒന്ന് നോക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞ്. എന്തെന്നറിയോ, ചിലർക്ക് ഇങ്ങോട്ട് പറയാൻ മടിയ. കാരണം ഞാനില്ല, ഞാൻ കള്ളു കുടിക്കാറില്ല, ഞാൻ വ്യഭിചരിക്കാറില്ല, ഞാൻ പലിശ തിന്നാറില്ല, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, ഞാൻ പള്ളി കെട്ടിക്കെടുത്തിട്ടുണ്ട്, ലക്ഷങ്ങൾ സദക്ക എടുക്കുന്നുണ്ട്, വയല് പറയുന്നുണ്ട്, വയല് കേൾക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇപ്പോഴും കയ്യിൽ ഉസ്താദ് ലായിലായില്ല അടിച്ചോണ്ടിരിക്കുക. നമുക്കൊരു ധാരണയുണ്ട്. എങ്കിൽ ഞാൻ എണ്ണി പറഞ്ഞു തരാം. നിന്റെ ലിസ്റ്റിൽ, ഈ ലിസ്റ്റിൽ 10 വിഭാഗത്തെ മുത്തുനബി എണ്ണി പറഞ്ഞത്. 10 വിഭാഗം ആൾക്കാരെ എണ്ണി പറഞ്ഞു. ഈ 10ൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നീ ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ നിന്യന്മാരായി, നിസാരന്മാരായി, തലതാറ്റി പിടിച്ച് നാണം കെട്ടുകൊണ്ട് കടന്നു വരുന്ന ആ മോശമായവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് എണ്ണി പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പിരിയുന്നതിന് മുമ്പ് കരയട്, ഇന്ന് പിരിയുന്നതിന് മുമ്പ് തൗബ ചെയ്യട്. ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് പടച്ചറപ്പിന്റെ മുന്നിൽ ചെയ്തത് മുഴുവനും പറഞ്ഞു പൊരുത്തം ചോദിക്കാതെ പിരിയരുത്, തൗബ ചെയ്യാതെ പിരിയരുത്. കാരണം നീ നിന്റെ വീടെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മരിച്ച വെള്ളിയാഴ്ച രാവാ, ഷഹീദിന്റെ കൂലിയാ. തൗബ ചെയ്തിട്ട് മരിച്ച വല്ലാത്ത ഭാഗ്യമാ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? ഓരോ മനുഷ്യനും അവനെ കുറിച്ച് ചിന്തിക്ക്. എന്നെ കുറിച്ച് ചിന്തിക്കാം, വാത് പറയുന്ന ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാം. ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാര്, ഈ നിരന്നിരിക്കുന്ന ഉപ്പമാര്, ചെറുപ്പക്കാര്, പെങ്ങന്മാര്, എല്ലാവരും പടച്ചവനെ ഈ പറയുന്ന ദുസ്വഭാവം എന്നിലുണ്ടോ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹു നിന്നെ നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? റസൂലുള്ളാഹി പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ആളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന നിന്ദനായ, നിസാരനായ, ഏറ്റവും മോശമായ ആൾക്കാരിൽ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? കുടിയനല്ല, കഞ്ചാവടിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, വ്യഭിചരിച്ചു നടക്കുന്നവനല്ല, മയക്കുമരുന്നിന്റെ അടിവല്ല. പടച്ചവനെ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഒരു കടുകുമണികളുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? അഹങ്കാരമുണ്ടോ? പടച്ച റബ്ബിന്റെ കോടതിയിൽ നശിച്ചവൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കടുകുമണിയുടെ അളവെങ്കിലും, അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് കടുകുമണി ഏറ്റവും ചെറുതാണ്, ആ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരം നിനക്കുണ്ടോ? ലാ യദ്ഖുലൂനൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ഈ കൈവക്കിയത് തന്നെയാ നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അല്ലാഹു ഈ കൈവക്കിയത് തന്നെയാ. നിങ്ങൾ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങൾക്ക് അഹങ്കാരമില്ലേ? എന്തേ പതാ ചിന്തിക്കേണ്ടത്? ഇല്ല എന്ന് പറയല് തന്നെയല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാതെ ഓവറാണെന്ന്. എന്താ ചാടത്തില കൈവക്കിയ? ഞാൻ വിചാരിച്ചു പൊക്കൂല എന്നിട്ടാ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളിൽ പലരും പൊക്കൂല. അപ്പൊ ആ പൊക്കല് തന്നെ അതാണ് ഇബ്ലീസിന്റെ വല്ലാത്ത തന്ത്രമാണ്. ഇബ്ലീസിന് ഒരു മഹാന്റെ മുന്നിൽ പോയിട്ട് അവസാനം ഇബ്ലീസ് പറയാ, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാ, ഞാൻ തോറ്റു, ഞാൻ പോവാ. 40 കൊല്ലമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ നടക്കാൻ, ഞാൻ 40 വർഷമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ നടന്നേ ഞാൻ തോറ്റു, ഞാൻ പോവാ. അപ്പോഴേ ഇബ്ലീസിനോട് പറഞ്ഞു, പോടാ എന്റെ പണി നോക്കടാന്ന്. കാരണം എന്തേ? നീ അങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നൂല. ഇത് പറയുമ്പോ മനുഷ്യര് തോന്നൂലേ? അപ്പൊ ഞാൻ ഇവൻ 40 കൊല്ലം നോക്കിയിട്ട് എന്നെ പിഴപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മഹാനല്ലേ? അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഹങ്കാരം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അടയാള സഹിതം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരം അത് നിസ്സാരമല്ല. എല്ലാവരുടെ മുന്നിൽ എല്ലാരും എന്നെ കാണുമ്പോ ബഹുമാനിക്കണം, എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ മഹാനാണെന്ന് പറയണം, വലിയ ആളാണെന്ന് പറയണം. ഇതിനു വേണ്ടിയാ എല്ലാം ചെയ്യുന്നേ. ഇതിനു വേണ്ടിയാണല്ലോ സ്വന്തം ഫ്ലെക്സ് അടിച്ചു വെക്കുന്നത്. പരസ്യമായിട്ട്, രഹസ്യമായിട്ട് ചോദിച്ചാൽ കൊടുക്കൂല. പരസ്യം സ്റ്റേജിൽ കയറ്റി ഇരുത്തിട്ട് ചോദിച്ചാ ഞാൻ തരാം, പള്ളിക്കത് തരാം, മദ്രസയ്ക്ക് തരാം. ഇങ്ങനെ 4 പേര് അറിയണം, 4 പേര് കാണണം, ഞാൻ വലിയ സദഖ കൊടുക്കുന്നവനാ, ഞാൻ വലിയവനാണെന്ന് പറയണം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അഹങ്കാരികൾ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദുർരി ഫീ സൂറത്തിൽ റിജാൽ. എല്ലാവരും നിന്നെ ആദരിക്കണം, എല്ലാവരും നിന്നെ ബഹുമാനിക്കണം, എല്ലാവരും നീ മഹാനാണെന്ന് പറയണം. അതിനു വേണ്ടിയല്ലേ നീ അഹങ്കാരം കാണിച്ചത്? മറ്റുള്ളവരെ നിന്യന്മാരെ പോലെ, നിസാരന്മാരെ പോലെ പുച്ഛിച്ച് തള്ളിയത്. എങ്കിൽ അല്ല നിന്നെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ രൂപത്തിൽ അല്ലാഹു നാളെ നിന്നെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളുടെ പറഞ്ഞു തരികയാണ്, ജനങ്ങളുടെ മുന്നിൽ വലിയവനാകണമെന്നുള്ള ധാരണയിൽ അഹങ്കരിച്ച് നടന്നവന് അല്ലാഹു നിന്നെ നിസാരനാക്കുമടോ. ചെറിയ ഉറുമ്പിന്റെ കോലത്തിലാണ് അല്ലാഹു നാളെ കൊണ്ടുവരുന്നത്. കാരണം നീ അത്രയും നിസാരനാണ്, നീ നിന്നനാണ്. ജനങ്ങളെ നിന്നെ കാണുമ്പോ വെറുപ്പോടെ നോക്കുന്ന കോലത്തില് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നരകത്തിന്റെ അടിത്തട്ടിലാ, നരകത്തിന്റെ അടിത്തട്ടിലാ അല്ലാഹു നിനക്ക് കുടിക്കാൻ തരുന്നത് എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നമ്മുടെയൊക്കെ ശരീരം പൊട്ടുമല്ലോ, എന്തെങ്കിലും വ്രണങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് ചലമിങ്ങനെ ഒലിക്കുമല്ലോ, അതിനുപോലും വല്ലാത്ത ദുർഗന്ധമാണല്ലോ. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചീഞ്ചലമുണ്ടല്ലോ, അല്ലാഹു നിന്നെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ അഹങ്കരിക്കാൻ അല്ലാഹുവിന് മാത്രമേ അവകാശമുള്ളൂ. അല്ലാതെ ഒരുത്തനും ഈ പ്രപഞ്ചത്തില് ആർക്കും അഹങ്കരിക്കാനുള്ള അവകാശമില്ല. അല്ലാഹുവിന് മാത്രം അധികാരപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഹങ്കാരം കാണിച്ചപ്പെടല്ലോ, നമ്മുടെയൊക്കെ നന്ദികേടുകൾ കൂടിയപ്പെടല്ലോ. മനുഷ്യൻ വല്ലാതെ വളർന്നല്ലോ, സാങ്കേതിക വിദ്യകളുടെ പടവുകൾ എന്നിട്ട് ജനങ്ങളെ മുഴുവനും പടച്ചവനെ ചന്ദ്രനിൽ ചൊവ്വയിൽ പോയി താമസിക്കാൻ, അവിടെ പോയി വീട് പണിയാൻ പടച്ചവനെ അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ. അമേരിക്കയ്ക്കല്ലേ പറഞ്ഞത്, ഞങ്ങളുടെ വീടിന്റെ നിന്റെ വീടിന്റെ അകത്തിരുന്ന് നീ ചെയ്യുന്ന കാര്യം പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലിരുന്ന് കാണാൻ കഴിയുമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു നടന്നവരെവിടെ? അല്ലാഹു കാണാൻ കഴിയാത്ത ഒരൊറ്റ വൈറസ് കൊടുത്തപ്പോ ആരും തോറ്റുപോയല്ലോ. പോലുമില്ലല്ലോ, ഞങ്ങളാണ് വലുതെന്ന് പറഞ്ഞവർ മുഴുവനും, ഞങ്ങളുടെ കയ്യിലാണ് സർവ്വതുമെന്ന് പറഞ്ഞവർ നിലവിളിച്ച കാഴ്ച കണ്ടില്ലേ? അവസാനം ജനങ്ങൾ വീണും മരിച്ചു പോകുന്നത് കണ്ടപ്പോ മരിച്ചു നടന്നവരല്ലേ പറഞ്ഞത്, എല്ലാം ഇനി ദൈവത്തിന്റെ കയ്യിലാണ്, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ഞങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്, ഞങ്ങൾക്ക് ഒരു യജമാനനുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പടച്ചിറപ്പ് നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ അഹങ്കാരം കൂടിയത് കണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സഹാബാ കടുക് മണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? അല്ലാഹുവേ, പടച്ചുറപ്പിന്റെ പരലോകത്തില് അല്ലാഹു നിന്നെ നിന്നനാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവേ നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരം തരല്ലേ അല്ലാഹ്, ഒരു കടുകുമണികളുടെ അളവ് പോലും അഹങ്കാരം നിങ്ങൾക്ക് തരല്ലേ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരികൾ നാളെ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ അഹങ്കാരമുണ്ടോ ഇല്ലേ അറിയാനുള്ള അടയാളം എന്താ? ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലേ? കൈപൊക്കിയവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ എന്നറിയാൻ ഒരടയാളം ഞാൻ പറഞ്ഞു തരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അടയാളം പറഞ്ഞു തരുന്നുണ്ട്. അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു അടയാളം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും വെള്ളം കൊടുക്കുപ്പ. വഴുത് പറയാൻ വന്നവനൊന്നുമില്ല, കേൾക്കാൻ വന്നവർക്ക് മിനറൽ വാട്ടറൊക്കെയാ കൊടുക്കണത്, കുടിക്ക്. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. കൊടു എന്താ ചങ്ങായി മാത്രം ഒറ്റയ്ക്ക് ഉള്ളോടാ, ആരെങ്കിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണം. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറയുന്ന ഈ അടയാളമുണ്ടോ എന്ന് നോക്കിക്കൂടെ? പൈസ ചെലവില്ലാത്തൊരു കാര്യല്ലേ? നോക്കിക്കൂടെ? പറ നോക്കിക്കൂടെ? അൽഹംദുലില്ലാ. എന്താ അടയാളം? നമ്മൾ മദീനത്ത് പോകുമ്പോ കാണാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ ചെല്ലുമ്പോൾ കാണാം മുത്തുനബിയുടെ രണ്ട് ഭാഗത്തും രണ്ടുപേര് കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു വലതും ഇടതും രണ്ടുപേര് കിടക്കുന്നുണ്ടല്ലോ. കിടക്കുന്ന ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെറിയതാ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. പഠിച്ചവനെ സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. അവിടുന്ന് നമസ്കരിക്കാൻ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നു. സ്വഹാബികൾ മുഴുവനും പുറകിൽ വന്ന് നിന്ന് കിടന്നു. ഉമർ തങ്ങളെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാ. അവിടുന്ന് കൈകെട്ടുകയാ. അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുകയാണ്. അവിടുന്ന് വച്ചകത്ത് പോവുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി. പഠിച്ചവനെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തു ത്വാഹയാണ് ഓതുന്നത്. ഉമർ തങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങി. സൂറത്തു ത്വാഹ ഓതാൻ തുടങ്ങി. പഠിച്ചവനെ സ്വഹാബികൾ മുഴുവനും നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു കടാരയുമായി പള്ളിക്കകത്തേക്ക് കടന്നു വരികയാ. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതാ പള്ളിയുടെ മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അടിവയറ്റിലേക്ക് കൊണ്ടുപോയ വിസങ്കടത്തിയ കടാരയെന്ന് കുത്തിയിറക്കുകയാണ്. തങ്ങളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി. പണച്ചവനെ പൈപ്പ് പൊട്ടിയിട്ട് വിടുകുന്നത് പോലെ ഉമർ തങ്ങളുടെ വയറ്റിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പടച്ചറപ്പ് ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികള് ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളെ പിടിക്കാൻ പോയില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തിമലർത്തിക്കെട്ടാണ് ഇവനെ ഇറങ്ങി ഓടുന്നത്. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പഠിച്ചവനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇമാമത്ത് നിൽക്കാതെ കഴിയാതെ വന്നപ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പഠിച്ചവനെ അവിടുന്ന് എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് അവിടുന്ന് സൂചന കൊടുക്കുമ്പോ തന്റെ പുറകിൽ നമസ്കരിക്കുന്ന സഹാബികളുടെ ഇടയിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുന്നേക്ക് കയറുകയാണ്. അവിടുന്ന് മുന്നോട്ട് കയറുകയാണ്. ഉമർ തങ്ങളിൽ നിന്ന് മുസല്ലയിൽ പോയി നിൽക്കുകയാണ്. പഠിച്ചവരെ നമസ്കാരം തുടരുകയാ. കാലിന്റെ ചുവട്ടില്, കാലിന്റെ ചുവട്ടില് നിൽക്കുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാൽച്ചുവട്ടിൽ കിടന്ന് മരണത്തിന്റെ വെപ്രാളത്തിൽ പിടയുമ്പോ ഒരാള് പോലും കെട്ടിയ കൈയഴിച്ചില്ല. ഒരാള് പോലും കെട്ടിയ കൈയഴിച്ചില്ല. ഒരാളും ജീവനും കൊണ്ടോടിയില്ല. ജീവനെ പിടിക്കാൻ പോയില്ല. കാരണം എന്തെന്നറിയുമോ? അവിടെ നിൽക്കുന്നത് ആരുടെ മുന്നിലാ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൈകെട്ടികെട്ട് പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ? നിങ്ങളും നമസ്കരിക്കുമല്ലോ. ആ കൈകെട്ടികെട്ട് പടച്ചവനോട് പറയുമല്ലോ, പ്രതിജ്ഞയാണ്. ഞാനും നിങ്ങളും ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. സ്വലാത്തി വനുസുകി
വമഹയായ വമമാതി. അതൊരു പ്രതിജ്ഞയാണ്. അല്ലാഹ് സർവ്വതിനെക്കാളും വലുത് നീയാണല്ലോ. പടച്ചവരെ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും സർവ്വതും നിനക്കാണ് പടച്ചവര് എന്ന് പറഞ്ഞിട്ടാണ് പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരാരും തിരിഞ്ഞു നോക്കാത്തത്. അതുകൊണ്ടാണ് ഒരാളും ഓടാഞ്ഞത്. പടച്ചവരെ അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അവിടെ നിന്ന് നമസ്കാരം പൂർത്തിയായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൈകടത്ത് പിടിച്ചു കൊടുക്കുന്ന വെള്ളം പോലെ പടച്ചവരെ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് മനസ്സിലായി മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, അവസ്ഥയിൽ കിടക്കുകയാണ്. എല്ലാവരും വരുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ചെറുപ്പക്കാരൻ കടന്നു വരികയാന്റെ ചാരത്ത് ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ല, എന്നിട്ട് അവിടെ കിടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ ആരായിരുന്നെന്ന് ഓർമ്മയില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പോയിരുന്ന മനുഷ്യനല്ലേ ഉമർ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയവനായിരുന്നല്ലോ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ടല്ലേ നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ച സഹാബിയായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ. നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? ഉമർ തങ്ങളെ മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? കാരണം മദീനത്ത് യുദ്ധം ഹറാമാണല്ലോ. മക്കയിലും മദീനയിലും യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. എന്നിട്ട് പോലും ഇവിടെ കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ ഉമറേ? നിങ്ങളുടെ മുഖമങ്ങ് പ്രകാശിക്കുകയാ. ഇത് കേട്ടപ്പോ അല്ലാഹു എനിക്ക് നൽകിയ ഭാഗ്യം കണ്ടപ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, ഈ പൊന്നുമോനെ, പൊന്നുമോനെ. തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, മോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എഴുന്നേറ്റോ, എഴുന്നേറ്റ്. എക്സസൈസ് ആണെന്ന് കരുതിയാൽ മതി. എഴുന്നേറ്റോ, നേരെ നിന്ന് എന്നിട്ട് നിങ്ങളുടെ നെരിയാണിക്ക് താഴേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ എല്ലാവരുടെയും നെരിയാണിക്ക് താഴെ നോക്കുക. അഹങ്കാരം ഉണ്ടോ ഇല്ലയോ? നോക്കിയോ? നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറ. നബി മുഹമ്മദ് മുസ്തഫ ഇനി പറ, അഹങ്കാരം ഉണ്ടോ ഇല്ലേ? ആദ്യം മുണ്ട് പൊക്കി കൊടുത്തല്ലാണോ?
ആദ്യം മുണ്ട് പൊക്കി കൊടുത്ത് നെരിയാണിക്ക് താഴെ കിടക്കണ വസ്ത്രം എല്ലാവരും ഒന്ന് പൊക്കി കൊടുത്തിക്ക്. കാരണം വാഴെന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ ചെയ്യാനുള്ളതല്ല. മുണ്ട് പൊക്കി കൊടുത്ത് ഒന്നേന്ന് തുടങ്ങി എല്ലാവരും അവരുടെ വസ്ത്രങ്ങൾ പാൻ്റൊക്കെ ചെറുപ്പക്കാരൻ റോഡ് തൂത്തോണ്ട് നടക്കുക. ഇങ്ങനെ ചില കാക്കാമാര് നടക്കുന്ന കണ്ട മിറ്റം തൂക്കുന്നതിന് പകരം വെളിയിലൊന്ന് ഇറക്കി വിട്ടാൽ മതി. ചില കാക്കാമാരെടുത്തൊരു മുണ്ടും കൊടുത്തിട്ട് വിട്ട് പെണ്ണുങ്ങളൊക്കെ എന്തിനാ തൂക്കണേ? ചില ആൾക്കാരുടെ മുണ്ടിന്റെ അടിഭാഗം പഠിച്ചവനെ എന്തഴുക്കാന്നറിയോ? കാരണം ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുക. പള്ളിക്കകത്തൊക്കെ ഇനി നോക്കണ്ട, 4 പേരെ നടത്തിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡന്റിനെ സെക്രട്ടറിയൊക്കെ നടത്തിച്ചാൽ മതി. കാരണം തൂത്തുകൊണ്ട് നടക്കാം, അതിന് വേറെ പണിയൊന്നുമില്ല. അൽഹംദുലില്ലാ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരമുള്ളതിന്റെ അടയാളമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി മുതലെങ്കിലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം, അത് അഹങ്കാരമുള്ളതിന്റെ അടയാളം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നാണം കെട്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ. അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ് ബിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ കോടതിയിലെ രണ്ടാമത്തെ നശിച്ചവനാരാ? സഹാബാ ദുൽ വജ്ഹൈൻ. 2 മുഖമുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതാ അമ്മാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു വജ്ഹാനി ഫി ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനൻ നാർ. 2 നാക്കുണ്ടല്ലോ, തീയാലുള്ള നാവുകളുമായിട്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് നബിയേ? തീയാലുള്ള 2 നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും വെന്തുരുകിപ്പോയ രീതിയില് എല്ലുകൾ മാത്രമായി പരലോകത്ത് കടന്നു വരുന്ന നശിച്ചവരാരാ? നാണം കെട്ടവനാരാ? 2 മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മുഖമുള്ളവർ. 2 മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ 2 മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ആരാ? 2 തലയുള്ളവരുണ്ടെന്നല്ലവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുമ്പോ ഒരു പുഞ്ചിരി. അൽഹംദുലില്ലാ, ഉസ്താദ് സുഖമാണോ? ഭാര്യ മക്കളൊക്കെ ഇരിക്കുന്നു, റാഹത്തല്ലേ ഉസ്താദ്? എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ, എല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് മാറുമ്പോ പണ്ടാരടങ്ങവൻ, അവൻ ആരാ? ഇപ്പുറത്ത് വരുമ്പോ പടച്ചവനെ എന്തൊക്കെ പറയുന്നറിയോ? എന്ത് നല്ല മനുഷ്യൻ, പള്ളിക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാരി കോരി കൊടുക്കും. അൽഹംദുലില്ലാ, നല്ലൊരു മനുഷ്യനൊക്കെ പറയും. അങ്ങോട്ട് തിരിഞ്ഞ നക്കി, ഇവനെക്കാരും വൃത്തികെട്ട ഒരുത്തോണ്ടോണ്ടാ അറബി എത്തീങ്കാനയിലാക്കിയിട്ട് കുറച്ച് പൈസയും കൊണ്ടുവന്നിട്ട് പള്ളിക്കെടുക്കുക. അങ്ങോട്ട് മാറുമ്പോ കഴിഞ്ഞു. 2 മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൂടും പടച്ചവനെല്ലാം പറയും അൽഹംദുലില്ലാ. അങ്ങോട്ട് തിരിയുമ്പോ നേരെ ഓപ്പോസിറ്റ് പറയും. കുടുംബം കലക്കികളുണ്ടല്ലോ, അവിടെ ഇവിടെ നിന്നിട്ട് പടക്കത്തിന് എന്ത് കൊടുക്കണം സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലർക്കതൊരു വല്ലാത്ത സുഖം തന്നെയാണ്. ചിലർക്കത് വല്ലാത്ത സുഖമാ. ഇവിടെയും കൂടും അവിടെയും കൂടും. ഭാര്യയും ഭർത്താവിനെ വരെ 2 തട്ടാക്കി. ഭാര്യയും ഭർത്താവിനെയും 2 തട്ട്. ചങ്കുകളും കരളുകളുമായിരുന്ന കൂട്ടുകാരെ 2 തട്ട്. സ്വന്തം ജ്യേഷ്ഠനെ അനുജനെയും മരിച്ചാ പോലും നീ കയറല് കെട്ടണ ഇങ്ങനെ ആക്കിയതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, 2 മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇറച്ചി തിന്നുന്ന ഒരു വിഭാഗം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സ്വഭാവമുള്ളവന് മലയാളത്തിൽ വേറൊരു വാക്ക പറയാം, ഞാനത് പറയണില്ല, വയതിന്റെ സദസ്സായതുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ചിലതുണ്ട്. ചില വാപ്പമാരെ കണ്ടാ നടക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ചുമച്ചു
ചുമച്ച് പടച്ചവനെ വരുന്ന കണ്ട സങ്കടം തോന്നും, ഒന്നോ പള്ളി വരും നിസ്കരിക്കാൻ. എന്നിട്ട് വന്ന് പള്ളിയുടെ മൂലയിൽ വന്നൊരു കസേര എടുത്തുകൊണ്ട് സൈഡിൽ പോയി നിസ്കരിക്കും. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ പള്ളിയുടെ കവാടത്തിൽ കൊണ്ടുവന്ന കസേര ഇട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് പറയും, ഓ അങ്ങനെ ആ നിസ്കരിച്ച പ്രതിഫലം അപ്പൊ തന്നെ കൊടുക്കും. ആ നിസ്കരിച്ച പ്രതിഫലം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആർക്കെങ്കിലും കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ശവം തിന്നി ഉറുമ്പുകളായി ജീവിക്കുന്ന ചിലരുണ്ട്. ഇറച്ചി തിന്നണം, എത്ര തിന്നാലും അറിയൂല. നാട്ടുകാരുടെ കുറച്ച് തിന്നണം, പള്ളിയിലെ ഉസ്താദന്മാരുടെ കുറച്ച് തിന്നണം, ആരുടെയെങ്കിലും ഇറച്ചികൾ, നാട്ടിലെ സാലിഹത്തായ പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ കുറച്ച് ഇറച്ചി തിന്നണം. ഇങ്ങനെ തിന്ന് ജീവിക്കുന്ന ചിലർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ചിലരില്ലേ? ഇല്ലേ? ഇപ്പൊ ചില ആൾക്കാരില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? അവിടെ നമ്മളാ കൂട്ടത്തിൽ പെട്ടവരാണല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിർത്തി കത്തിക്കണ പോലെ ജീവനോടെ കത്തിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ കല്യാണ മുടക്കുകളൊക്കെ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ ചില കല്യാണ മുടക്കുകൾ അറിയത്തില്ല. ഇവിടെ ഉണ്ടോ ചങ്ങായിമാര്? പടച്ചവനെ, നമ്മുടെ നാട്ടില് ഒരു ചങ്ങാതി പോയി ഒരു പെണ്ണുണ്ട്. പെണ്ണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു, നാട്ടിൽ വന്നു. അപ്പൊ ഈ പെണ്ണിന്റെ ഉമ്മാടെ സഹോദരങ്ങൾ, മാമാന്ന് പറയും, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല, അവരാണെങ്കിൽ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നാട്ടിൽ വന്നു. ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാ ആദ്യം കണ്ട ഒരു കടയിൽ കയറി. അവിടെ ഒരു ഉപ്പ ഉണ്ട്. ആ ഉപ്പാടെ ഇറച്ചി ഞാൻ തിന്നല്ല, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. ഒരു ഉപ്പാനെ കണ്ടു. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചായക്കടയൊക്കെ കാണും, ഒരു മുറുക്കാൻ കടയൊക്കെ. അദ്ദേഹത്തിന്റെ അടുക്ക പോയി നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ആ ചങ്ങായി പേര് പറയണ്ടപ്പ, ചങ്ങായിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന് വെച്ചു. ഓ, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. അവസാനം കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെയും തല്ലി ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം. എന്തിനാ? എനിക്കറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി അന്വേഷിക്കാൻ. ഇതൊക്കെ പറഞ്ഞു. ഓൻ കള്ളു കുടിക്കുന്നവന്, അവന്റെ കൂട്ടുകാരി കഞ്ചാവടിക്കുന്നവന്, വീട് കയറി അടിക്കുന്നവനാ. 3 എണ്ണം പറഞ്ഞു. എന്നിട്ട് ഈ പിതാവ് പറയാ, എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. വന്ന വണ്ടി തന്നെ അവര് തിരിച്ചുപോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ഉപ്പാപ്പന്മാര് പറയും, സിറാജോ വേണ്ടട്ടാ, അത്രേ പറയത്തുള്ളൂ. വന്നിട്ട് എനിക്ക് നമുക്കുള്ള അനുഭവം, ഒരാളെടുത്ത് വന്ന് ചോദിച്ചതല്ലേ, എന്താ ആ ചങ്ങായി സിറാജ് എങ്ങനുണ്ട്? ഓനോ വേണ്ട. അതിനകത്തൊരു അർത്ഥമുണ്ട്, കള്ളുപിടി ഉണ്ടെന്നോ പെണ്ണു ഒന്നും പറഞ്ഞില്ല. ഇങ്ങാർക്ക് ചുമ്മാ ഇരുന്നപ്പോ തോന്നി. അവനോ വേണ്ട, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദയവ് ചെയ്തിട്ട് മക്കളെ കെട്ടിക്കുന്നു. നേരത്തെയൊക്കെ കാലത്തിലാണെങ്കിൽ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ പള്ളി വന്നിട്ട് ഹത്തീബിനോട് ചോദിക്കും, കമ്മിറ്റിക്കാരോട് ചോദിക്കും, അപ്പൊക്കെ നല്ലത് പറയും. ഇപ്പൊ നേരെ വന്നിട്ട് പള്ളിയുടെ മുന്നിൽ ഇരിക്കണ ശവന്തിന്നിയോടാ ചോദിക്കണേ. അദ്ദേഹത്തിനാണെങ്കിൽ വന്ന് മുടക്കുമ്പോ ഒരു സന്തോഷം, ഒരു കല്യാണം മുടക്കുമ്പോ വല്ലാത്തൊരു ഹാപ്പി, ഒരു ആനന്ദം. അതിന്റെ അങ്ങാരുടെ മോളിലെ കല്യാണം മുടക്കണം, അപ്പോഴേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതിനൊക്കെ അവസാനം അങ്ങനെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 2 മുഖമുള്ള സ്വഭാവം അത് എല്ലാരിലും ഉണ്ട്. നാട്ടിൽ നിസ്കരിക്കാൻ വരുന്ന ഉപ്പായ്ക്ക് മാത്രമല്ല, പള്ളിയിലെ ഉസ്താദിനുണ്ട്, താടിയുള്ളവനുണ്ട്, ഹജ്ജ് ചെയ്തവനുണ്ട്, ഉംറ ചെയ്തവനുണ്ട്, പ്രസംഗിക്കുന്നവനുണ്ട്, ഖുർആൻ പഠിച്ചവരുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. ഏകദേശം എല്ലാവരും അസൂയ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. വ്യക്തമായി ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ നിന്റെ അടുക്കൽ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതെന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വാട്സപ്പിൽ വരുന്നത് മുഴുവനും സത്യമാകണമെന്നില്ല. വാട്സപ്പിൽ വരുന്ന പഠിച്ചവന് അതാ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എന്തെങ്കിലും ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാള പറ്റൂ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. കാള പറ്റൂ എന്ന് കേട്ടാ മതി. ഒരു വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാലോചിക്കണമല്ല, കാള പ്രസവിക്കത്തില്ലല്ലോ. അപ്പത്തേക്ക് 5 ഗ്രൂപ്പിൽ പോയി. ഇതാ ഇന്നത്തെ കാലം എങ്ങനെ. എന്നാൽ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ വേറൊരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടു. വ്യക്തമായി കേട്ട ഭർത്താക്കന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയാ, നബിയെ, എന്റെ ഭാര്യ ഒരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടത് ഞാൻ കണ്ടു. പോയി 2 സാക്ഷിയെ കൊണ്ടുവരാനാ പറഞ്ഞത്. എങ്ങനെ 2 സാക്ഷിയെ കൊണ്ടുവാ, ഇല്ലെങ്കിൽ നിനക്ക് ഹദ്ദടി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ റൂമിൽ തന്നെ ഭർത്താവ് ക്യാമറ വെച്ചിരിക്കുന്നത്.
ചില ഭർത്താക്കന്മാര് ഭാര്യ അന്യപുരുഷനെ ഫോൺ വിളിക്കുന്നത് മൊബൈലിൽ പിടിക്കുക. പലരും ക്യാമറ. കാരണം എന്ത്? സാക്ഷി വേണമല്ലോ, സാക്ഷി വേണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോഴും പ്രവാചകൻ പറഞ്ഞത് സാക്ഷി വേണം. സാക്ഷിയില്ലാതെ നീ സംസാരിക്കരുത്. കാരണം അത് സത്യമാകാം, എങ്കിലും സാക്ഷി വേണം. അത്രയും അതിൽ ക്ലാരിറ്റി വേണം. അല്ലാതെ ചുമ്മാതെ ആരെങ്കിലും എന്ന് പറയുമ്പോ ചാടിക്കേറി ചെയ്യലല്ല. അള്ളാഹുവിന്റെ മുന്നിൽ നീ എന്തു പറയും? ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തആല അൻഹു രാജ്യം ഭരിക്കുകയാ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി ഇത്തിരി താമസിച്ചു. അങ്ങനാണല്ലോ ചിലരൊക്കെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു താമസിച്ചു. ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ തലയിൽ ഇങ്ങനെ തുണി ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോവാ. രാത്രിയെ നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ തന്നെ തെങ്ങി കെട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിനകത്തൊന്നും കയറണ്ട. ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടോണ്ട് രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, പടച്ചവൻ ഈ നടത്ത അത്ര പന്തികേടാണല്ലോ, എന്താ ഒരു നല്ല നടത്തല്ല, ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്നു. ആരാ അല്ലാ ഇത്? ഉമർ രാജ്യം ഭരിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരുത്തനോ? അതാരാ ഒന്ന് അറിയണമല്ലോ. ഇങ്ങനെ പുറകെ പോയി ഓനിങ്ങനെ നടക്കാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ച് നടന്നു പോകാം. അവസാനം ഇങ്ങനെ നടന്നു പോയിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തൊരു വീടിരിക്കുന്നു. ആ വീടിന്റെ മുന്നിൽ പോയി, ആളൊഴിഞ്ഞ ഒരു വീടിന്റെ മുന്നിൽ പോയി. എന്നിട്ട് അനുവാദം പോലും ചോദിക്കണില്ല. സത്യത്തിൽ ഒരാൾ വീടിനകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, സലാം പറയണം, അനുവാദം ചോദിക്കണം. ഈ മനുഷ്യനാണെങ്കിൽ അനുവാദം പോലും ചോദിക്കാതെ വാതിൽ അങ്ങോട്ട് തുറക്കാം. വാതിൽ ഇങ്ങനെ തുറന്നപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, ആരാ അല്ലാഹ് മുഖം കാണുന്നുണ്ടോന്ന്, ആരാ ഈ രാത്രി പതുങ്ങി കയറണത് എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോ അവിടെ നിന്ന് മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യം ഭരിക്കണ ഖലീഫയാ. രാത്രി തലയിൽ തുണിയിട്ടുണ്ട് ഒരു വീട്ടിൽ കയറി പോണേ. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഖത്തീബാണെന്ന് ആലോചിക്കേ. അല്ലാഹു അഅലം. നരച്ചിക്ക് നമ്മളാണെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിറ്റി വീഴുന്ന പോലെ അല്ലാഹ്, ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്? അതാ ചിന്തിക്കണേ. ഈ ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്? അത്ഭുതം. ഈ സഹാബി ആരെയും വിളിച്ചു കൂട്ടിയില്ലട്ടാ. നമ്മളെ പോലെ വാളിയ അളിയ വാളിയ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടളിയ വാടാ വീടിയറ അതറ ഒന്നും വിളിച്ചില്ല. വീടിന്റെ പുറത്ത് ഇങ്ങനെ നിന്നു. ഇറങ്ങി വരുവോ നോക്കാൻ. കുറെ നേരം നിന്നിട്ട് ഇറങ്ങി വരണില്ല. ആ വീടിന്റെ മുന്നിൽ പോയി ഒരു അടയാളം വെച്ചു. ആ വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ചു. പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം പടച്ചവൻ എപ്പോഴും ഉറങ്ങി. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി പതുങ്ങി പതുങ്ങി കേറിപ്പോയ ആളാ ഇമാമത്തിക്കണേ. ഉമർ ഞങ്ങളാ ഇമാമത്ത് നിക്കണേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകിൽ നിന്ന് നിസ്കരിച്ചു. പക്ഷെ മനസ്സിലൊരു സമാധാനം ഇല്ല. നേരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ഇന്നലെ രാത്രി അടയാളം വെച്ചിട്ട് പോയത് ആ വീടിന്റെ മുന്നിൽ പോയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അനുവാദം ചോദിച്ചു. സലാം പറഞ്ഞു. അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. അനുവാദം ചോദിച്ചപ്പോ വീടിന്റെ അകത്ത് നിന്നിട്ട് മറുപടി വന്നു. ഒരു പെണ്ണാ മറുപടി പറഞ്ഞേ. അപ്പൊ ഉറപ്പായി ആരാണ്? പെണ്ണാണ്. ഉമർ നിങ്ങൾ കേറിയ വീടിന്റെ മുന്നിൽ പോയി അനുവാദം ചോദിച്ചു. കേറി വരട്ടെ, ഇതിനകത്ത് ആരാ ഉള്ളത്? അവിടെ നിന്ന് അനുവാദം ചോദിച്ചപ്പോ ഒരു പെണ്ണാണ് മറുപടി പറയുന്നത്. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. പക്ഷെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിട്ടില്ല. ചോദിച്ചു, ഞാൻ വീടിന്റെ അകത്ത് കടന്നു വരട്ടെ. കേറി അകത്ത് ചെന്ന് നോക്കിയപ്പോ പടുകിളവിയായ എല്ലും തോലുമായ ഒരു ഉമ്മയാ കിടക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേറി ചെന്ന വീടിന്റെ അകത്ത് നോക്കുമ്പോ ഒരു കിളവിയായ ഉമ്മ. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഒരു ചങ്ങാതി ഇവിടെ വന്നല്ലോ, ആരാ ഉമ്മ? എന്തിനാ ഉമ്മ വന്നേ? മോനെ, എല്ലാ ദിവസവും രാത്രി വരും ആ മകൻ. അയാൾ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി വരും. എന്റെ മൂത്രം കഴുകും, എന്റെ കാഷ്ടം കഴുകും, എന്റെ വസ്ത്രങ്ങൾ കഴുകും, എന്നെ കുളിപ്പിക്കും, എനിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെക്കും. അവസാനം തിന്നാൻ പല്ലില്ലാത്തത് കാരണം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അല്ലാഹുവേ, ആ ഉമ്മയോട് ചോദിച്ചു, ആ മനുഷ്യൻ ആരാണെന്നറിയോ? എനിക്കറിയില്ല മോനെ. എത്ര പേര് ചോദിച്ചിട്ടും പറയുന്നില്ല. ഞാൻ എത്ര നാളുകൊണ്ട് പേര് ചോദിച്ചു പറയുന്നില്ല. ആ സമയത്താണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മ അതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്.
അത് ഉമർ തങ്ങളാണുമ്മ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ഓടുകയാണ്. പടച്ചവരെ കരന്നുകൊണ്ട് ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു കെട്ടിപ്പിടിച്ചിട്ട് ഉമറേ എനിക്ക് പൊരുത്തം തരണേ ഉമറേ, ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി. ഒരു രാത്രിയെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഞാൻ ചിന്തിച്ചു പോയി. എന്റെ മനസ്സിന്റെ ഉള്ളിലെ തെറ്റിദ്ധാരണ വന്നു. എനിക്ക് പൊരുത്തം തരണേ. കാരണം എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം പറയാ. എടാ ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചോദിച്ച് നീ അത് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നീ ചോദിച്ച് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ, അത് ശിർക്കാണെന്ന് മഹാന്മാര് പറയുകയാ. തെറ്റിദ്ധാരണ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത്. ആരെയെങ്കിലും കുറിച്ചു, പള്ളിയിലെ ഖതീബിനെ കുറിച്ചു, പള്ളിയിലെ മുഅദ്ദിനെ കുറിച്ചു, ജമാഅത്തിന്റെ പരിപാലന സമിതിയെ കുറിച്ച് എന്തെങ്കിലും നിന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ടോ? ധൈര്യമായിട്ട് ചെന്നിട്ട് ആ പാവപ്പെട്ടവനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കൂ. അങ്ങനെ നീ ക്ലിയർ ചെയ്യൂ, അല്ലാതെ കൊണ്ട് നടക്കല്ലേ, അത് ശിർക്കാ. അവിടുന്ന് കരന്നുകൊണ്ട് പറയുകയാ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. അവിടുന്ന് പറഞ്ഞു, അബൂ തൽഹ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, പക്ഷേ നീ ആരോടും പറയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ക്ലിയർ ചെയ്യണം. നമ്മുടെ അടുക്കൽ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞു തന്നാൽ നീ മനസ്സിലാക്കണം. നമ്മളിൽ പലരും പറയും, ഉസ്താദേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. എന്താ പറയാ? ഞാൻ പറഞ്ഞില്ല, കേട്ടതേ ഉള്ളൂ. ശരിയാ, പള്ളി നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് നീ കേട്ടതേ ഉള്ളൂ. കേട്ടവൻ പറഞ്ഞവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.